നേരത്തെ കൊച്ചിൻ റിഫൈനറിയായിരുന്ന BPCL വിപുലീകരിക്കാനും ജോയിന്റ് വെഞ്ചർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുമാണ് ഇവിടെ പാടങ്ങൾ നികത്താൻ അനുമതി നൽകിയത്. എന്നാൽ 58 ഏക്കർ ഭൂമി വ്യവസായ ആവശ്യത്തിന് നികത്തുന്നതിന് മുൻ സർക്കാരിന്റെ കാലത്താണ് അനുമതി നൽകിയത്. റിഫൈനറി ജനറൽ മാനേജറാണ് പാടം നികത്താനുള്ള അനുമതി തേടിയുള്ള അപേക്ഷ നൽകിയിരുന്നത്. ഉത്തരവ് പ്രകാരം തിരുവാണിയൂർ വില്ലേജിലെ സർവേ നമ്പർ 42 മുതൽ 65-2 വരെയുള്ള 27.63 ഏക്കർ പാടവും ഇതേ വില്ലേജിലെ തന്നെ സർവേ നമ്പർ 22 മുതൽ 11-7 വരെയുള്ള 30.18 ഏക്കർ പാടവും നികത്താനാണ് കാർഷികോൽപാദന കമ്മീഷണർ അനുമതി നൽകിയിരിക്കുന്നത്. സെന്റിന് 1-2 ലക്ഷം രൂപ വരെ നൽകിയാണ് വയലായിരുന്ന ഭൂമി കമ്പനി ഏറ്റെടുത്തത്. ഇത് മറയാക്കി 200 ഏക്കറിലേറെ പാടങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നതായാണ് ആരോപണമുയരുന്നത്. ഏതാണ്ട് 200 മേൽ ഏക്കർ സ്ഥലങ്ങൾ നികത്തുന്നതായിട്ട് നമുക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ആക്ഷേപമുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. തുച്ഛമായ വിലയുള്ള ഭൂമി 1-2 ലക്ഷം കൊടുത്താണ് നാട്ടുകാരിൽ നിന്നും BPCL വാങ്ങുന്നത്. നല്ല വില കിട്ടുന്നതിനാൽ ഭൂവുടമകൾ അനധികൃതമായി ഭൂമി നികത്തുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. എന്നാൽ ആരോപണങ്ങൾ വ്യാജമാണെന്നും നിയമം ലംഘിച്ചിട്ടില്ലെന്നുമാണ് BPCLന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അനധികൃതമായി പാടം നികത്തൽ ഉണ്ടായിട്ടില്ലെന്നതാണ് BPCL അധികൃതരുടെ വിശദീകരണം. നല്ല വില കിട്ടുമെന്നതിനാൽ ഭൂവുടമകൾ അനധികൃതമായി ഭൂമി നികത്തുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. ക്യാമറാമാൻ അഷ്റഫ് മുഹമ്മദിനൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.